ഈ വേദിയിൽ ഒരു പ്രത്യേകമായ ഒരു പ്രോഗ്രാം നടക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, പ്രാചീന കാലം തൊട്ടേ മനുഷ്യൻ്റെ സഹജവാസനകളായി എഴുത്തും വായനയും ഒക്കെ അവൻ്റെ കൂടപ്പിറപ്പായിട്ടുണ്ട്. മനുഷ്യ നന്മയുടെ പ്രതിഫലനമായിട്ടാണ് പലപ്പോഴും എഴുത്തിനെയും വായനയും കവിത എഴുത്തിനെയും ഗാനത്തെയൊക്കെ നമ്മൾ കാണുന്നത്. സാഹിത്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പുസ്തകം വായിക്കുന്ന ധാരാളം ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. എന്നിൽ നിന്ന് പുറത്തേക്കിറങ്ങി മറ്റുള്ളവരിലേക്ക്, മറ്റു ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് കിട്ടുന്ന സുവർണാവസരമാണ് വായന എന്ന് പറയുന്നത്, എഴുത്തെന്ന് പറയുന്നത്. വായനയുടെയും എഴുത്തിൻ്റെയൊക്കെ ഔന്നത്യങ്ങളെത്തിയ ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വളരെ അഭിമാനത്തോടു കൂടി, അതിലുപരി സന്തോഷത്തോടു കൂടി കേരള അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ ബെന്നി മംഗലശ്ശേരിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹം കേരള അസോസിയേഷനെ സുദീർഘമായി നയിക്കുന്നതിൽ വളരെ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നും അസോസിയേഷൻ്റെ സന്തത സഹചാരിയായി നമ്മളോടൊപ്പം നടന്ന് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന അദ്ദേഹം തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിലും തൻ്റെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിൽ സമയം കണ്ടെത്തുന്നതിൽ ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം കേരള അസോസിയേഷൻ്റെ ടാഗിലിൽ നമുക്കറിയാം, കരുത്തോടെ കെട്ടുറപ്പോടെ മുന്നോട്ട്. എത്ര ഹൃദയസ്പർക്കായ, എത്ര ആത്മവിശ്വാസം തുളുമ്പുന്ന, എത്ര പ്രചോദനം നൽകുന്ന, അതിൻ്റെയൊക്കെ പിന്നണിയിൽ അദ്ദേഹമാണെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ശ്രീ ബെന്നി മംഗലശ്ശേരിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർപ്രൈസ് അദ്ദേഹം തന്നെ പൊട്ടിക്കും. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അദ്ദേഹം നിങ്ങളോട് പങ്കുവയ്ക്കും. താങ്ക് യു നബു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും മംഗളാശംസകൾ നേരുകയാണ്. നിങ്ങൾക്കറിയാം, നബു പറഞ്ഞു, 2022-23 വർഷം ഈ മഹത്തായ പ്രസ്ഥാനത്തെ നയിക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അതുപോലെ നബു പറഞ്ഞ പോലെ അന്ന് ഞാനൊരു ടാഗ് ലൈൻ സെറ്റ് ചെയ്തു, കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ. അടുത്ത വർഷം പ്രസിഡൻ്റായ ശ്രീ ബിജു അക്കാമ്പറമ്പിൽ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്ത് അതിൻ്റെ കൂടെ മുന്നോട്ട് എന്നുകൂടി ചേർത്തു. അന്ന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ക്യാറ്റിന് സ്വന്തമായിട്ടൊരു ടൈറ്റിൽ സോങ്. വരികൾ എഴുതി, നിങ്ങൾക്കറിയാം, മ്യൂസിക് ചെയ്യുവാനും പാടിക്കുവാനുമെല്ലാം വളരെ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് മനസ്സിലായി. പതുക്കെ എൻ്റെ ആഗ്രഹത്തെ താഴ്ത്തി വെച്ചു. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്കറിയാം, ആദ്യമായി കാറ്റിന് ഒരു വനിതാ പ്രസിഡൻറ്റിന് ലഭിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ചിന്ത ഒന്നുകൂടി പൊന്തി വന്നു, എങ്ങനെയെങ്കിലും ഒരു പാട്ട്, ഒരു ടൈറ്റിൽ സോങ് സെറ്റ് ചെയ്യണം. അങ്ങനെ വീണ്ടും അന്വേഷിച്ചു. നിങ്ങൾക്ക് അവർക്കും അറിയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം ഇപ്പോൾ കൂടി വരികയാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ത്രൂ ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സോങ്, ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന സോങ്, ഇവിടെ റിലീസ് ചെയ്യാൻ പോകുന്ന സോങ് സെറ്റ് ചെയ്തത്. പക്ഷേ അതിനുശേഷം എഴുതിയ സോങ്ങുകളാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ബീം ഇൻ ബീറ്റ്സ്. നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ട് കാണും. അതിൽ ഞാൻ 2 സോങ് റിലീസ് ചെയ്തിരുന്നു. എനിവേ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഈ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരെ ഒരുക്കി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ക്യാറ്റിൻ്റെ അഭിമാനമായ, ടൗൺസിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രൈഡായ നമുക്കൊരു ലിറ്റിൽ സ്റ്റാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്നുള്ളത്. ഓൺലി വൺ, മാസ്റ്റർ ജോന ജിനു. ഞാൻ മിസ്റ്റർ ജോന ജിനുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, എൻ്റെ ഈ സോങ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി. നിങ്ങളെ അവരുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി ഈ കാറ്റിൻ്റെ ടൈറ്റിൽ സോങ് ഇവിടെ റിലീസ് ചെയ്യുകയാണ്. എൻ്റെ സ്വന്തം ചാനലായ ബീം ഇൻ ബീറ്റ്സിൽ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ സഹിതമുള്ള സോങ് നിങ്ങൾക്ക് ലഭ്യമാകും. എല്ലാവരും കാണുക. കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിലേക്ക് എടുക്കുകയാണ്.
ഔദ്യോഗികമായ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് കേരം തിങ്ങും കേരള നാടിൻ അഭിമാനികൾ ഞങ്ങൾ, മലയാളത്തിൻ മഹിമുയർത്തിയ മലയാളികൾ ഞങ്ങൾ. കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് ഓസ്ട്രേലിയയിൽ കുടിയേറിയ മലയാളികൾ ഞങ്ങൾ, ഹൗസവിലിയിൽ വസിക്കും മലയാളികൾ ഞങ്ങൾ. കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് അക്ഷരവഴിയിൽ അഭിമാനത്തോട് അടരാടിയവർ ഞങ്ങൾ, ആതുര സേവന രംഗത്തു മുന്നേറിയവർ ഞങ്ങൾ. കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് അങ്ങ് ചേർന്നിടാം കരുത്തിൻ മുന്നണിയിൽ. കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് കരുത്തോടെ കരുതലോടെ കെട്ടുറപ്പോടെ മുന്നോട്ട് മുന്നോട്ട്. താങ്ക് യു സോ മച്ച്.